യെസ് വിനീഷ്, എന്തായാലും തിരുവനന്തപുരം നഗരസഭയിലെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. അവിടെ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങൾ. ഈ തിരുവനന്തപുരം നഗരസഭയിൽ മേയറുടെ ഓഫീസിലേക്ക് അതിക്രമിച്ചു കയറുകയാണ് ഇടത് കൗൺസിലർമാർ. അവരെ പ്രതിരോധിച്ച് നിൽക്കുകയാണ് BJP കൗൺസിലർമാർ. അങ്ങനെ വലിയൊരു സംഘർഷാവസ്ഥ. എന്തായാലും നമുക്ക് പ്രശാന്ത് ശങ്കരമംഗലത്ത് കൂടി വിവരങ്ങൾ നൽകാനായി ഒപ്പം ചേരുന്നുണ്ട്. പ്രശാന്ത്, ഈ ഭരണസ്തംഭനമാണ് അവർ ലക്ഷ്യമിട്ടത്. എങ്ങനെയെങ്കിലും തിരുവനന്തപുരം നഗരസഭയുടെ ഭരണം അട്ടിമറിക്കുക, ആ ലക്ഷ്യത്തിൽ ഊന്നിയാണ് ഹൈക്കോടതിയിലേക്ക് പോയത്. പക്ഷേ ഹൈക്കോടതി ഇവർ നൽകിയ ഹർജി എടുത്ത് കാട്ടിൽ കളഞ്ഞു. അതായത് അയോഗ്യരാക്കുകയല്ല വേണ്ടത്, അവിടെ സത്യപ്രതിജ്ഞയിൽ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്താൽ മതി. അങ്ങനെ പറഞ്ഞ് 4 ആഴ്ചത്തെ സമയം BJPക്ക് അനുവദിക്കുന്നു. അവർ മണിക്കൂറുകൾക്കുള്ളിൽ, കൃത്യം പറഞ്ഞാൽ ഒരു 6 മണിക്കൂറിനുള്ളിൽ തന്നെ BJP കൗൺസിലർമാർ 19 കൗൺസിലർമാർ സത്യപ്രതിജ്ഞ ചെയ്യുന്നു. സുഗതൻ, നമുക്കറിയാം എന്താണ് അദ്ദേഹത്തിന് സംഭവിച്ചത് എന്നുള്ളത്. എന്തായാലും ഹൈക്കോടതി അനുവദിച്ച സമയം പോലും ഇവിടെ കഴിഞ്ഞിട്ടില്ല. ഇതിനിടയിലാണ് CPM ഇടത് കൗൺസിലർമാർ വലിയ രീതിയിലുള്ള ഒരു അക്രമം അഴിച്ചുവിട്ടുകൊണ്ട് മേയറുടെ ഓഫീസിലേക്ക് തള്ളിക്കയറാൻ ശ്രമിക്കുന്നത്. എന്തായാലും അവിടെ നമുക്ക് മനസ്സിലാകുന്നത് ഡെപ്യൂട്ടി മേയർക്കടക്കം പരിക്കേറ്റിട്ടുണ്ട്. നമ്മൾ ആ ദൃശ്യങ്ങളിൽ കണ്ടതാണ് അവിടെ എന്താണ് സംഭവിച്ചത് എന്നുള്ളത്. എന്താണ് നിലവിലത്തെ സാഹചര്യം? ഇവർ ഇപ്പോഴും അവിടെ കുത്തിയിരുന്ന് പ്രശ്നങ്ങൾ സൃഷ്ടിക്കാനുള്ള ശ്രമം നടത്തുകയാണല്ലേ? പരിക്കേറ്റവരുടെ അവസ്ഥ എന്താണ് പ്രശാന്ത്? രാഖി, സംഘർഷപരമായ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് നഗരസഭ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. മേയറുടെ ഓഫീസിലേക്ക് തള്ളിക്കയറാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പ്രതിഷേധിക്കുന്ന ഈ കൗൺസിലർമാർ പിടിക്കുന്നുണ്ട്. കൗൺസിലർമാർ വലിയ രീതിയിൽ സംഘർഷം സൃഷ്ടിക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. മേയർക്കടക്കം പരിക്കേൽക്കുന്ന സ്ഥിതിയിലേക്കൊക്കെ എത്തുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞ കുറെ നേരമായി ഇവർ സമരത്തിലായിരുന്നു, ഉപരോധത്തിലായിരുന്നു. അതിന് പിന്നാലെയാണ് ഇത്തരത്തിലൊരു സംഘർഷം സൃഷ്ടിച്ചുകൊണ്ട് ഇത്തരത്തിൽ തള്ളിക്കയറാനുള്ള ശ്രമം നടത്തുന്നത്. അത്തരത്തിൽ മേയറുടെ ഓഫീസിന് മുന്നിലായിരുന്നു നേരത്തെ ഉപരോധം നടത്തിക്കൊണ്ടിരുന്നത്. ആ ഉപരോധം നടത്തിയ ഈ സംഘർഷം മറ്റൊരു തലത്തിലേക്ക് മാറുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. തുടർന്ന് തന്നെ ഇത്തരത്തിൽ മേയറുടെ ഓഫീസിലേക്കും മറ്റ് നടപടിക്രമങ്ങൾ അടക്കം തടസ്സപ്പെടുത്തുന്ന രീതിയിലേക്കും അവിടെ സംഘർഷം സൃഷ്ടിച്ചുകൊണ്ടിരുന്ന നടപടികളിലേക്കാണ് ഇപ്പോൾ ഈ കൗൺസിലർമാരുടെ ഭാഗത്തുണ്ടായ സമീപനം ഉണ്ടായത്. അതായത് ഇത്തരത്തിൽ മറ്റ് കൗൺസിലർമാരെ അടക്കം ഇത്തരത്തിൽ ആക്രമിക്കുന്നതിനും അവിടുത്തെ ഉദ്യോഗസ്ഥരടക്കം ആക്രമിക്കുന്നതിനെല്ലാം ഇവർ ചെറുത്തുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. നിരവധി പേരെ പുറത്തേക്ക് കൊണ്ടുപോകുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. BJP കൗൺസിലർമാരെ പുറത്തേക്ക് ഇറക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. വലിയ രീതിയിലുള്ള ഒരു സംഘർഷ സാഹചര്യമാണ് അവിടെ ഉണ്ടായത്. എന്തായാലും ഈ CPMന്റെ ഗുണ്ടായുസത്തിൽ, ഇടത് കൗൺസിലർമാരുടെ ഗുണ്ടായുസത്തിൽ പരിക്കേറ്റ BJP വനിതാ കൗൺസിലർമാരെ അവിടെ നിന്ന് പുറത്തേക്ക് കൊണ്ടുപോവുകയാണ്. അവരെ ആശുപത്രിയിലേക്ക് മാറ്റുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും തനി ഗുണ്ടായുസം, തനി അക്രമം തന്നെയാണെന്ന് CPM തിരുവനന്തപുരം നഗരസഭയിൽ അഴിച്ചുവിട്ടിരിക്കുന്നത്. വലിയ രീതിയിലുള്ള ഒരു പ്രതിരോധം തീർക്കുന്നുണ്ട് BJP. ഇതിനിടയിലാണ് വനിതാ കൗൺസിലർമാർക്ക് നേരെയും കയ്യേറ്റ ശ്രമം ഉണ്ടായത്. യെസ് പ്രശാന്ത്, അവിടെ നിന്ന് വനിതാ കൗൺസിലർമാരെ ആശുപത്രിയിലേക്കാണോ മാറ്റുന്നത്? വിനീഷ്, നമ്മൾ കണ്ടു ദൃശ്യങ്ങൾ തെളിവായിട്ട് നമുക്ക് മുന്നിലുണ്ട്. എന്നാലും ഡെപ്യൂട്ടി മേയർക്കടക്കം പരിക്കേറ്റിട്ട് വനിതാ കൗൺസിലർമാരെ പോലും അവർ വെറുതെ വിട്ടില്ല. എനിക്ക് തോന്നുന്നു അവരവിടെ നിന്ന് മാറ്റുകയാണ്, അല്ലെ? ആശുപത്രിയിലേക്ക് മാറ്റുകയാണോ? തീർച്ചയായിട്ടും നിലവിൽ ഇപ്പോൾ പരിക്കേറ്റ ഡെപ്യൂട്ടി മേയർ, ഒപ്പം തന്നെ മറ്റ് BJP കൗൺസിലർമാർ ഉൾപ്പെടെയുള്ളവരെ പോലീസിന്റെ സഹായത്തോടു കൂടി അവിടെ നിന്ന് മാറ്റുകയാണ്. നിലവിൽ പോലീസ് ഈ പ്രതിഷേധത്തിന് ഒരു പരിധിവരെ പോലീസ് നോക്കുകുത്തിയായി നിൽക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിച്ചത്. കാരണം ഈ മേയറുടെ ചേംബറിന് മുന്നിൽ അല്ലെങ്കിൽ മേയറുടെ ഓഫീസിന് മുന്നിൽ ഇത്തരത്തിൽ വന്നിരുന്ന് പ്രതിഷേധിക്കുന്ന സമയത്ത് പോലീസിന്റെ ശക്തമായ സാന്നിധ്യമാണ് വേണ്ടത്. പോലീസ് അതിനെ പ്രതിരോധിക്കേണ്ടതാണ്. പക്ഷേ അത്തരം നടപടികളിലേക്ക് പോലീസ് ആദ്യഘട്ടത്തിൽ കടന്നിട്ടില്ല എന്നതാണ് നമുക്ക് ആ ദൃശ്യങ്ങൾ പോലും പരിശോധിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായിരുന്നാലും പോലീസിന്റെ ഭാഗത്ത് ഇപ്പോൾ വീഴ്ച സംഭവിച്ചിരിക്കുന്നു. BJP കൗൺസിലർമാരെ CPM കൗൺസിലർമാർ കയ്യേറ്റം ചെയ്തിരിക്കുന്നു. കാരണം ജനാധിപത്യപരമായ ഒരു തരത്തിലുള്ള ഒരു പ്രതിഷേധമല്ല ഇപ്പോൾ അവിടെ നടക്കുന്നത്. ഇപ്പോൾ നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ വലിയ രീതിയിലുള്ള പ്രതിഷേധം എന്ന തരത്തിലേക്ക് അവർ എത്തുന്നു. അവിടെ ഗുണ്ടായുസം കാണിക്കുന്നു. CPMന് ആകെ വിരളി പൂണ്ട അവസ്ഥയാണ്. കാരണം CPMന്റെ ഏറ്റവും വലിയ ഒരു കേന്ദ്രം, പ്രത്യേകിച്ച് അഴിമതി നടത്താനുള്ള ഒരു കേന്ദ്രം, ആ കേന്ദ്രത്തിൽ വലിയ രീതിയിൽ BJPയുടെ ഒരു ഇടപെടൽ ഉണ്ടാകുന്നു. BJPയുടെ മേയർ ഉണ്ടാകുന്നു. ഇതിൽ അസഹിഷ്ണുത പൂണ്ട CPM നേതാക്കളാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള പ്രതിഷേധം അടിച്ചുവിടുന്നത്. കഴിഞ്ഞ ദിവസം തന്നെ മുൻ മന്ത്രിയായ V ശിവൻകുട്ടി അടക്കമുള്ളവർ വലിയ രീതിയിലുള്ള പ്രഖ്യാപനങ്ങൾ അല്ലെങ്കിൽ വലിയ രീതിയിലുള്ള വാഗ്വാദങ്ങൾ നടത്തുന്ന ഒരു സാഹചര്യം, വലിയ രീതിയിൽ
മേയർക്കെതിരെ ആക്ഷേപങ്ങൾ ഉന്നയിക്കുന്ന ഒരു സാഹചര്യമൊക്കെ നിലനിന്നിരുന്നു. നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നത് അതിന്റെ അടിസ്ഥാനത്തിൽ നേതാക്കളുടെ ഒരു നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇപ്പോൾ CPM കൗൺസിലർമാർ ഇത്തരത്തിൽ BJPക്കെതിരെ മേയർക്കെതിരെയും BJP കൗൺസിലർമാർക്കെതിരെയും അതിക്രമം കാട്ടുന്നത് ഇതൊരു പ്രതിഷേധമായി കാണാൻ സാധിക്കില്ല. ജനാധിപത്യപരമായ ഒരു പ്രതിഷേധം എന്ന് ഇതിനെ ഒരു കാരണവശാലും പറയാൻ സാധിക്കില്ല. കാരണം ഈ ജനാധിപത്യപരമായ ഒരു പ്രതിഷേധമല്ല ഇപ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷൻ കാണുന്നത്. നമുക്ക് ആർക്ക് കണ്ടാലും ആ ദൃശ്യങ്ങൾ കാണുന്ന എല്ലാവർക്കും നമുക്ക് പ്രേക്ഷകർക്ക് മനസ്സിലാകും. ഒരു പ്രകോപനവും കൂടാതെ ഒരു തരത്തിലുള്ള വിഷയവും നിലനിൽക്കാത്ത ഒരു കോർപ്പറേഷനിൽ അല്ലെങ്കിൽ ഒരു തരത്തിലുള്ള ഒരു അഴിമതി പോലും ഇതുവരെയും CPMന് ചൂണ്ടിക്കാണിക്കാൻ സാധിച്ചിട്ടില്ല. അല്ലെങ്കിൽ അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ തിരുവനന്തപുരം കോർപ്പറേഷനിൽ നിലനിൽക്കുന്നില്ല. കാരണം എല്ലാവർക്കും ഒരേ തുല്യത നൽകിക്കൊണ്ട് ജനാധിപത്യപരമായ വലിയ രീതിയിലുള്ള ഒരു പ്രവർത്തനമാണ് തിരുവനന്തപുരം കോർപ്പറേഷനിൽ BJPയുടെ നേതൃത്വത്തിലും പ്രത്യേകിച്ച് മേയർ VV രാജേഷിന്റെ നേതൃത്വത്തിലും നടന്നു വരുന്നത്. ഇതിൽ അസഹിഷ്ണുത പൂണ്ടാണ് ഇപ്പോൾ CPM കൗൺസിലർമാർ ഇത്തരത്തിലുള്ള പ്രതിഷേധവുമായി രംഗത്തെത്തുന്നത്. പ്രധാനമായും ഇപ്പോൾ CPM കൗൺസിലർമാർ ആവശ്യപ്പെടുന്നത് സുഗതനെ അയോഗ്യനാക്കണം, ഉടനെ കൗൺസിൽ യോഗം വിളിക്കണമെന്നതാണ്. പക്ഷേ നേരത്തെ തന്നെ മേയർ വ്യക്തമാക്കിയിരുന്ന ചിത്രത്തിലാണ് 29-ാം തീയതി കൗൺസിൽ യോഗമുണ്ട്. CPM അടിയന്തര കൗൺസിൽ യോഗം വിളിക്കണമെന്ന ആവശ്യം ഉയർത്തിക്കൊണ്ട് മേയർക്ക് കത്ത് നൽകിയിരുന്നു. പക്ഷേ ആ അടിയന്തര കൗൺസിൽ യോഗം വിളിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള കത്തിൽ പോലും അതിന്റെ ഇത്ര പേർ, പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടത് ഇത്ര ശതമാനം പേർ ആ കത്തിൽ ഒപ്പിട്ടിരിക്കണം. പ്രത്യേകിച്ച് 33% പേർ ആ കത്തിൽ ഒപ്പിട്ടാൽ മാത്രമേ മേയർക്ക് അടിയന്തരമായ കൗൺസിൽ യോഗം വിളിക്കേണ്ടതുള്ളൂ. പക്ഷെ അത്തരത്തിൽ ഒപ്പിടാതെ ഒരു പത്രിക തയ്യാറാക്കി അല്ലെങ്കിൽ ഒരു പ്രതിപക്ഷത്തുള്ള ദീപകിന്റെ ലെറ്റർ പേഡിൽ, പ്രത്യേകിച്ച് CPMന്റെ പ്രതിപക്ഷ നിലയിൽ നിൽക്കുന്ന നേതാവാണ് തിരുവനന്തപുരം കോർപ്പറേഷനിൽ അഡ്വക്കേറ്റ് ദീപക്. ഈ ദീപക്കാണ് കഴിഞ്ഞ ദിവസം BJPക്കെതിരെ ഹൈക്കോടതിയിൽ കേസ് നൽകിയത്. BJP കൗൺസിലർമാർക്കെതിരെ ഹൈക്കോടതിയിൽ കേസ് നൽകിയത് ഇവരെ അയോഗ്യരാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ്. പ്രത്യേകിച്ച് സത്യപ്രതിജ്ഞ ലംഘനം നടത്തി അതുകൊണ്ട് ഈ കൗൺസിലർമാരെ അയോഗ്യരാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു കത്ത് ഹൈക്കോടതിയിൽ ഹർജി നൽകിയത്. പക്ഷേ ഹൈക്കോടതി അതിനെ എല്ലാം സംസ്കരിച്ചുകൊണ്ട് ഹൈക്കോടതി നിലപാട് സ്വീകരിച്ചത് ഇത്തരത്തിലാണ്. നിലവിൽ മേയറുടെ പ്രതികരണം തത്സമയം വരുന്നുണ്ട്. ആ ഒരു പ്രതികരണം പ്രതിയായ കൗൺസിലർക്കെതിരെയാണ് കഴിഞ്ഞ 3 ദിവസമായി സമരം ചെയ്തത്. രാജി ആവശ്യപ്പെടുന്നുണ്ടോ? ഞാനതിന് ആദ്യ ദിവസം മറുപടി പറഞ്ഞില്ല, എല്ലാ ദിവസം പറയണേ. അതിനൊക്കെ ആദ്യ ദിവസം പറഞ്ഞ മറുപടി തന്നെയാണ് കൂടുതൽ ഉറച്ചിരിക്കുകയാണ്. ആയിക്കോട്ടെ, ഞങ്ങളല്ലേ സർക്കാർ കൊടുത്ത ചോദിച്ചു. നിങ്ങൾ ഇത് വല്ലതും പറയാം, അതൊക്കെ വിട്ടേ. അതാണോ അങ്ങനെ ഇവിടെ മാറാൻ പറഞ്ഞിട്ടുണ്ട്. ജനങ്ങൾ ബുദ്ധിമുട്ട് അനുഭവിക്കും, അത് മാറ്റാൻ ഞങ്ങൾ ഇവിടെ ഇരിക്കുന്നത് ആണോ? അത്ര വലിയ ഒരുപാട് ബുദ്ധിമുട്ടുണ്ടോ? അത് നിങ്ങളല്ലേ ഞങ്ങൾ ചെയ്യുന്നത്, താങ്കൾ ചെയ്യും, ഞങ്ങൾ ചെയ്യുകയാണ്. സുഹൃത്തെ, ഞങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങളാണ് ഞങ്ങൾ ചെയ്യുന്നത്. കൗൺസിൽ 29 കൂടുന്നുണ്ട്. ഞാൻ വളരെ നേരത്തെ കണ്ട് പറഞ്ഞാൽ 29 കൂടും. 29-ാം തീയതി അതിന് മുമ്പായിട്ട് സ്റ്റാൻഡിംഗ് കമ്മിറ്റി കൂടേണ്ടവരെ ഇവരൊക്കെ തന്നെ. ആ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ജനങ്ങളുടെ കാര്യങ്ങൾ ചർച്ച ചെയ്യേണ്ടവരാ. അവർ രാവിലെ മുതൽ ഇങ്ങനെ ഉപദ്രവിച്ച സമരം ചെയ്യട്ടെ, പുറത്ത് സമരം ചെയ്യട്ടെ. ഞങ്ങളതിനെ പിന്തുണയ്ക്കില്ല, സമരത്തെ റെസ്പെക്ട് ചെയ്യുന്നു. ജനാധിപത്യ അവകാശത്തെ പിന്തുണയ്ക്കുക. നഗരസഭ ജനങ്ങളുടെ ഇടയിൽ വളരെ നല്ല പേരുണ്ടാക്കി പോവുകയാണ്. അപ്പോൾ എന്തെങ്കിലും ചെയ്തിട്ട് ആക്രമണം ഉണ്ടാക്കുക എന്നുള്ള, പിന്നെ വേറൊന്നുണ്ട്. ഇതിന്റെ പ്രശ്നം, അടിസ്ഥാന പ്രശ്നം അതൊന്നുമല്ല. ഈ കുറെ നേതാക്കന്മാർ കുറെ കടകളൊക്കെ വാടകയ്ക്ക് എടുത്തിട്ടുണ്ട്. ഈ പാളയത്ത് കിട്ടാപ്പിരി വാങ്ങിച്ചുകൊണ്ടിരുന്നൊക്കെ കിട്ടിക്കൊണ്ടിരിക്കുന്നത് പലർക്കുമാണ്. അതൊക്കെ നിന്നപ്പോഴേക്ക് പട്ടിണിയാവുന്ന ആശങ്കയിലാണ്. ഈ പാളയത്തെ ഗുണ്ടാപ്പിരിവ് നിർത്തിയത് ചില കോർപ്പറേഷന്റെ ബിൽഡിങ്ങുകൾ എടുത്തിട്ട് പാർട്ടി ഓഫീസ് നടത്തിയത് പൊളിച്ചത്. അതിനകത്തുനിന്ന് ജയ രാജു ഉൾപ്പെടെയുള്ളവർ മദ്യക്കുപ്പികൾ കണ്ടെടുത്തത്. കഴിഞ്ഞ ദിവസം പാറ്റൂർ രാധാകൃഷ്ണൻ ഉൾപ്പെടെയുള്ളവർ പോയിട്ട് അവിടെ നമ്മുടെ കുറവങ്കോണം പാർക്കിൽ നിന്ന് പാർട്ടി കൊടികളും മദ്യക്കുപ്പികളും കണ്ടെത്തത്. ചെമ്പഴഞ്ചൂതേനും പാറ്റൂർ രാധാകൃഷ്ണൻ കൂടെ പോയിട്ട് ഇതൊക്കെ വലിയ ആശങ്കയിലാക്കുന്നുണ്ട്. അതുകൊണ്ട് കൈവിട്ട കളി കളിക്കുകയാണ്, നടക്കില്ല. ഞങ്ങൾ ചില കാര്യങ്ങൾ ചെയ്യുന്ന തീരുമാനിച്ചു തന്നെയാണ്. ഞാൻ ഡൽഹിയിൽ വെച്ച് പറഞ്ഞ കാര്യമല്ലേ അത്? ഞാൻ ഡൽഹിയിൽ വെച്ച് കൃത്യമായിട്ട് പറയേണ്ട കാര്യങ്ങൾ പറയുന്നു. അല്ല, ഞാൻ ഡൽഹിയിൽ വെച്ച് പറയേണ്ട കാര്യങ്ങൾ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. എന്താണ് ഇതൊക്കെ അവിടുത്തെ ഒരു പാർട്ടി കോർപ്പറേഷൻ്റെ ഒരു ഓഫീസിനകത്ത്, എവിടെ ഇത് അംഗൻവാടി, കോർപ്പറേഷൻ്റെ ഒരു അംഗൻവാടിക്കകത്ത് കെട്ടിയിരിക്കുന്നത് ഇതാ. കോർപ്പറേഷൻ്റെ ഒരു അംഗൻവാടി കെട്ടാൻ ചെമ്പഴി ദൂതനും പാറ്റൂർ രാധാകൃഷ്ണൻ കൂടെ പോയിട്ട് കഴിഞ്ഞ ദിവസം കണ്ടെടുത്താണ് കുറവങ്കോണത്ത്. പരുക്ക് പറ്റിയിട്ടുണ്ട്. അല്ല, പോലീസ് സ്വാഭാവികമായിട്ട് എന്തേ എല്ലാ കാര്യങ്ങളും പോലീസ്. ഞാൻ വന്ന എന്റെ ഓഫീസിൽ കയറി, എന്നെ അവർ തടഞ്ഞു. ഞാൻ ചോദിക്കട്ടെ, എന്റെ ഓഫീസിൽ കയറുമ്പോഴേക്ക് കസേരടുത്ത് മുമ്പിൽ തന്നെ തടഞ്ഞ് കയറാൻ പറ്റില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 കൗൺസിലേഴ്സ് പുരുഷന്മാർ അവിടെ വന്നിട്ട്
ഞാൻ അവരെ കീഴടങ്ങി തിരിച്ചു പോകണോ? തീർച്ചയായിട്ടും അതിലെ അവിടെ തടഞ്ഞു നിർത്തി ചെയ്ത് അല്ല പോലീസ് തീർച്ചയായിട്ടും പരിക്കേറ്റ കുട്ടികളുണ്ടല്ലോ, അത് നടക്കില്ല. ഞാൻ അത് എനിക്ക് നോക്കിക്കൊണ്ടിരിക്കുക, ഓരോരുത്തരും പരിശോധിച്ചുകൊണ്ടിരിക്കുക. കുറച്ചൊരു അങ്ങോട്ടകത്തോട്ട് പോയിട്ടുണ്ട്, കുറച്ചൊരു ഫ്രഷ് ആകാൻ പോയിരിക്കുക. പരിക്ക് എവിടെയൊക്കെ നോക്കണ്ടേ? അല്ല, അവരെല്ലാവരും ഹോസ്പിറ്റലൈസ് ചെയ്യണം. എല്ലാ പരിക്കൊണ്ട് അങ്ങനെ പറ്റില്ല. ഈ സംഘർഷം മനഃപൂർവ്വം ഉണ്ടാക്കാൻ വേണ്ടി വന്നതാണ് അവർ രാവിലെ. തീർച്ചയായിട്ടും അല്ല, അതിന്റെ ആശങ്കയിൽ പ്രവർത്തനങ്ങൾ മാത്രമല്ല, കാലിന്റെ അവിടെ ഇവിടെയൊക്കെ പെയിനുണ്ട്. പ്രവർത്തനങ്ങൾ മാത്രമല്ല, ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെ വലിയ ജനപിന്തുണ നേടുകയാണ്. അതിന് അട്ടിമറിക്കാനുള്ള പരിശ്രമം ഒരു കാരണവശാലും അതൊന്നും അനുവദിക്കില്ല. ഈ കയ്യാങ്കളിയും കോർപ്പറേഷൻ ഓഫീസിലുള്ള അക്രമം ഉണ്ടാക്കാനുള്ള പരിപാടിക്ക് അവസാനിപ്പിക്കണം. തീർച്ചയായിട്ടും അതൊക്കെ ഞങ്ങൾ നേരിടും. ഈ കയ്യാങ്കളി അക്രമമൊക്കെ അവസാനിപ്പിക്കണം. അതിനൊന്നും മുതിരണ്ട. കോർപ്പറേഷൻ ഓഫീസ് സംഘർഷ ഭൂമിയാക്കാൻ സമ്മതിക്കില്ല. ഓക്കെ, അത് നോക്കാം. കോർപ്പറേഷൻ സംഘർഷ ഭൂമിയാക്കാൻ അനുവദിക്കില്ല എന്നുള്ളത് തന്നെയാണ് മേയർ ഒരിക്കൽ കൂടി പറഞ്ഞു വെച്ചത്. സമരം അത് നടന്നുകൊള്ളട്ടെ, അത് ഈ എന്താണ് ക്യാബിനിന് പുറത്ത്, ഓഫീസിന് പുറത്ത് നടത്തിക്കോട്ടെ. പക്ഷേ അതിന്റെ പേരിൽ അല്ലെങ്കിൽ ഇനി എന്തിന്റെ പേരിലായാലും കോർപ്പറേഷൻ ഓഫീസിനെ ഒരു സംഘർഷ ഭൂമിയാക്കാൻ അനുവദിക്കില്ല എന്നുള്ളത് തന്നെയാണ് മേയർ ഒരിക്കൽ കൂടി ആവർത്തിച്ചിരിക്കുന്നത്. എന്താണ് ഈ CPM-കാർക്ക് വേണ്ടത്? അവർ ഈ പാളയം കേന്ദ്രീകരിച്ച വലിയൊരു ഡെപ്യൂട്ടി മേയർ ആശാനാഥ് മാധ്യമങ്ങളെ കാണുന്നു തത്സമയം. അദ്ദേഹം കയറി വന്നപ്പോൾ മനഃപൂർവ്വം ആക്രമിക്കാൻ വേണ്ടി ഇരുന്നത് പോലെ തന്നെ CPM-ന്റെ കൗൺസിലർമാരെല്ലാം അദ്ദേഹത്തെ തള്ളിയിടുകയായിരുന്നു. അങ്ങനെ ഞങ്ങളുടെ വനിതാ കൗൺസിലേഴ്സ് അടക്കം അദ്ദേഹത്തെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോയപ്പോൾ അവരെയും തള്ളിയിട്ട് അവരുടെ പുറത്തുകൂടി കയറിയിരുന്ന് ഞങ്ങൾക്കൊന്നും എണീക്കാൻ പറ്റാത്ത സാഹചര്യം. എല്ലാവർക്കും പരിക്കുണ്ട്. ഞങ്ങളെയൊക്കെ പുറത്തുകൂടെയാണ് ഈ പുരുഷ കൗൺസിലർമാരടക്കം പുറത്തുകൂടെ ഒന്ന് വേണ്ടിയിട്ടുള്ളത്. അപ്പോൾ ഞങ്ങളുടെ തിരുവനന്തപുരം നഗരസഭയുടെ മേയർക്ക് അദ്ദേഹത്തിന്റെ റൂമിൽ കയറണ്ടേ, ഒരുപാട് കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന്റെ റൂമിൽ പോയവരും കയറ്റില്ല എന്ന ഉദ്ദേശത്തോടു കൂടി ഇന്ന് രാവിലെ മനഃപൂർവ്വം, കാരണം 3 ദിവസമായിട്ട് അവർ പുറത്ത് സമരം ചെയ്യുകയാണ്. ഞങ്ങൾ ആരും ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ, അവർക്ക് സമരം ചെയ്യാം, ആർക്കും സമരം ചെയ്യാം. ഞങ്ങളും സമരം ചെയ്തിട്ടുണ്ട്, ഞങ്ങളും മുൻ മേയർക്കെതിരെ ഞങ്ങളും സമരം ചെയ്തിട്ടുണ്ട് ഇവിടെ. പക്ഷേ ഞങ്ങൾ ഒരിക്കൽ പോലും മേയറെ ആക്രമിച്ചിട്ടില്ല. പക്ഷേ തിരുവനന്തപുരം നഗരസഭയുടെ മേയറെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇത്രയും കൗൺസിലർമാരെ ആക്രമിച്ചത്. അദ്ദേഹത്തെ വന്ന ഉടനെ തന്നെ മറിച്ചിടുകയായിരുന്നു. ഇങ്ങനെയല്ല ചെയ്യേണ്ടത്. കാരണം ഞങ്ങൾ വനിതാ കൗൺസിലർമാരെന്ന് പോലും നോക്കാതെ ഞങ്ങൾ എല്ലാവരെയും മനഃപൂർവ്വം ആക്രമിക്കുകയായിരുന്നു ചെയ്തത്. ഇത് ശക്തമായിട്ട് ഇതിനെതിരെ പ്രതിഷേധിക്കുക തന്നെ ചെയ്യുകയാണ്. കാരണം നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട് ഇതിനകത്ത്. ഇവിടെ ഇരിക്കുന്ന പലരും സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരാണ്. ഞങ്ങൾക്ക് കമ്മിറ്റി കൂടണം, സ്റ്റാൻഡിംഗ് കമ്മിറ്റികൾ കൂടണം. അപ്പോൾ പക്ഷേ ഞങ്ങളൊന്നും സ്റ്റാൻഡിംഗ് കമ്മിറ്റികൾ ഒന്നും തന്നെ കൂടാൻ പറ്റില്ല എന്ന രീതിയിൽ മനഃപൂർവ്വം ഒരു പ്രതിസന്ധി സൃഷ്ടിക്കാനാണ് ഇവിടെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും വനിതാ സ്ത്രീകളാണ് എന്നുള്ള ഒരു പരിഗണന പോലും നൽകാതെയുള്ള അക്രമ സംഭവങ്ങൾക്കാണ് CPM കോപ്പ് കൂട്ടിയത്. അത് തന്നെയാണ് കോർപ്പറേഷൻ ഓഫീസിൽ സംഭവിച്ചത് എന്നുള്ളത് തന്നെയാണ് മേയറുടെ പ്രതികരണം. ഒപ്പം തന്നെ ഡെപ്യൂട്ടി മേയർ ആശാനാഥിന്റെ പ്രതികരണം വ്യക്തമാക്കുന്നത്. വലിയ ഇതിലുള്ള ഒരു സംഘർഷ ഭൂമിയാക്കാൻ കോർപ്പറേഷൻ നഗരസഭയെ അവർ ഒരു ആയുധമാക്കാൻ ശ്രമിച്ചു. എന്തായാലും അത് അനുവദിക്കില്ല എന്നുള്ളതാണ് മേയർ VV രാജേഷ് പറഞ്ഞത്. എന്തായാലും സ്ത്രീകൾക്ക് നേരെയുണ്ടായ അക്രമ സംഭവങ്ങളിലേക്കാണ് മേയർ GS ആശാനാഥ് വിരൽ ചൂടിയത്. എന്തായാലും പ്രശാന്ത് ശങ്കരമംഗലത്തിലേക്ക്. പ്രശാന്ത്, എന്തിന്റെ പേരിലായാലും അവർക്ക് സമരം ചെയ്യാം, ആർക്കും സമരം ചെയ്യാം. പക്ഷേ 3 ദിവസമായി ഇത്തരത്തിൽ സമരം നടക്കുകയാണ്, ഞങ്ങൾ കണ്ടല്ലോ, അത് നടന്നോട്ടെ. അത് ആർക്കും സമരം ചെയ്യാം. BJP നേരത്തെ പ്രതിപക്ഷത്തായിരുന്നപ്പോഴും സമരം നടന്നിട്ടുണ്ട്. നഗരസഭയിൽ ഈ സമരം എന്ന് പറയുന്നത് പുതുമയുള്ള കാര്യമൊന്നുമല്ല എന്നുള്ളത് തന്നെയാണ് ഡെപ്യൂട്ടി മേയർ പറഞ്ഞത്. പക്ഷേ ഈ തിരുവനന്തപുരം നഗരസഭയെ സംഘർഷ ഭൂമിയാക്കാൻ ഇവർക്കാരാണ് അനുവാദം നൽകിയത്? ഒപ്പം തന്നെ മേയർ പറഞ്ഞ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. അതായത് ഈ പാളയം കേന്ദ്രീകരിച്ച് നടന്നിരുന്ന CPM-ന്റെ ഗുണ്ടാ പിരിവ്, ചില കടകൾ അവർ വാടകയ്ക്ക് എടുത്തിരുന്നു. ഇതിനെല്ലാം തന്നെ പുതിയ ഭരണസമിതി വന്നതോടുകൂടി മേയർ VV രാജേഷിന്റെ ഉറച്ച തീരുമാനത്തോടുകൂടി അറുതി വന്നു. ഇതോടുകൂടി ഇവർക്ക് കൊണ്ട് ഇളകി എന്നുള്ളതാണ്. തീർച്ചയായും രാഖി, നഗരസഭയെ സംഘർഷഭരിതമാക്കുന്ന ഒരു സാഹചര്യത്തിലൂടെയാണ് കഴിഞ്ഞുപോയത്. CPM കൗൺസിലർമാർ അവരുടെ സമരം, ഉപരോധ സമരം BJP കൗൺസിലർമാരെയും അതോടൊപ്പം തന്നെ മേയറെ അടക്കം മർദ്ദിക്കുന്ന നിലയിലേക്ക് എത്തി. ഇപ്പോൾ മേയർ തന്നെ നമ്മളോടൊപ്പം ചേരുന്നു. ഈ മേയർ ഇങ്ങോട്ട് എത്തുന്ന സമയത്താണ് ഇത്തരത്തിൽ ആക്രമണം നടത്തുന്നത്? അല്ല, വരുമ്പോഴേക്കും ഇന്ന് രാവിലെ മുതൽ അവരൊരു ഗുണ്ടാക്രമണ മോഡൽ വരുന്ന ജനങ്ങളൊക്കെ മേയറുടെ ഓഫീസിൽ മേയറെ കാണാൻ വരുന്ന ആൾക്കാർ, കാര്യം സാധിക്കാൻ കോർപ്പറേഷൻ വരുന്നവരെയൊക്കെ തന്നെ മുദ്രാവാക്യം വിളിക്കും, ഭയപ്പെടുത്തിയൊക്കെ വിടുകയാണ്. അത് പറ്റില്ല. ഡെപ്യൂട്ടി മേയർ വന്നപ്പോഴേക്കും പ്രതിഷേധം, മേയർക്ക് റൂമിൽ കയറാൻ പറ്റുന്നില്ല. അങ്ങനെയൊക്കെയുള്ള നിലപാടുകൾ സ്വീകരിച്ചുകൊണ്ട് കോർപ്പറേഷൻ ഓഫീസിലെ പ്രവർത്തനങ്ങൾ തടസ്സപ്പെടുത്താൻ നോക്കിക്കഴിഞ്ഞാൽ അത് അനുവദിക്കാൻ പറ്റില്ല. സ്വാഭാവികമായിട്ടും മേയർക്ക് മേയറുടെ റൂമിൽ നിന്ന് പ്രവർത്തിക്കേണ്ടതായിട്ടുണ്ട്, ജനങ്ങൾക്ക് വരേണ്ടതായിട്ടുണ്ട്. ഞങ്ങൾ ആ രീതിയിൽ കൈകാര്യം ചെയ്യും.
മേയർക്കും പരിക്കുണ്ടോ? അല്ല, കാലും ഒക്കെ നല്ല പെയിൻ ഉണ്ട്. ഇനി എവിടെയൊക്കെയാണെന്ന് നോക്കണം, ഹോസ്പിറ്റലിൽ പോകണം. ഇങ്ങോട്ട് മുറിയിലേക്ക് റൂമിലേക്ക് കയറാൻ കഴിയാത്ത രീതിയിലേക്ക് അവർ അതിന്റെ മുമ്പിൽ ചെയറൊക്കെ എടുത്തിട്ട് അവർ നിൽക്കുക. അതൊന്നും സമ്മതിക്കില്ല, അനുവദിക്കാൻ പറ്റില്ല. അങ്ങനെ കോർപ്പറേഷൻ ഓഫീസിനെ ഒരു ഭീകര കേന്ദ്രമാക്കി മാറ്റാനും സമ്മതിക്കില്ല. ഇത് CPM നിയന്ത്രിച്ചിരുന്ന കുറെ ഗുണ്ടാ താവളങ്ങളൊക്കെ തന്നെ ഗുണ്ടാപിരിവ് നടത്തിയിരുന്നു, മാർക്കറ്റുകളൊക്കെ തന്നെ. അതൊക്കെ പൊളിച്ചടുക്കിയതിന്റെ ദേഷ്യമാണ്. അങ്ങനെ ഒരു കാരണവശാലും അങ്ങനെ അനുവദിക്കാൻ പറ്റില്ല. കഴിഞ്ഞ കുറച്ച് നാളുകളായി പല വിഷയങ്ങളടക്കം നഗരസഭയുടെ ഭാഗത്ത് ശക്തമായ ഇടപെടൽ ഉണ്ടാകുന്നുണ്ട്. ഈ ഇടപെടൽ തന്നെയാണോ CPMന്റെ കൗൺസിലർമാരെയും മറ്റു നേതാക്കന്മാരെയൊക്കെ ചൂടിപ്പിക്കുന്നത്? തീർച്ചയായും ജനങ്ങളുടെ ഇടയിൽ നമ്മൾ നടത്തുന്ന പ്രവർത്തനങ്ങൾ അവരെ ശക്തമായിട്ട് ആശങ്കപ്പെടുത്തുന്നുണ്ട്. അതിനെ തടയിടുവാനുള്ള ഒരു പരിശ്രമമാണ് നടത്തുന്നത്. അങ്ങനെയുള്ള കാര്യങ്ങൾ അനുവദിക്കാൻ ഒരു കാരണവശാലും പറ്റില്ല. സുഗതന്റെ കേസ് പറഞ്ഞുകൊണ്ടുള്ള ഇത്തരത്തിലുള്ള സമരങ്ങൾ അടക്കം ഇത് തന്നെയാണല്ലേ? അതൊക്കെ ബഹുമാനയുടെ കോടതി മുമ്പാകില്ല, അത് കോടതി നോക്കിക്കോളൂ. അതിലൊന്നും എവരി അക്രമം കാണിച്ചായിരുന്നു അത് പരിഹരിക്കാൻ പറ്റില്ല. അത് ഞങ്ങൾ നോക്കിക്കോളാം. സ്വാഭാവികമായിട്ട് BJPയുടെ സമയത്തടക്കം കൗൺസിലർമാരുടെ സമയത്തും സമരങ്ങൾ ഉണ്ടായിരുന്നു, ഉപരോധ സമരങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ ഇത്തരത്തിലുള്ള അക്രമത്തിന്റെ രീതിയിലേക്ക് എത്തിയിട്ടില്ല. അതൊന്നും ഒരു ഇല്ല ഞങ്ങൾ ഒരിക്കലും അത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് ഞങ്ങൾ കടന്നിട്ടില്ല, ഒരിക്കലും കടക്കാനും പാടില്ല. അത് തന്നെയാണ് കൗൺസിലർമാരടക്കം വനിതാ കൗൺസിലർമാർക്കടക്കമാണ് പരിക്കുണ്ടായത്. ആശാനാഥ് ഡെപ്യൂട്ടി മേയറാണ് നമ്മളോടൊപ്പം ചേരുന്നു. എന്തായിരുന്നു സംഭവിച്ചത്? മേയറുടെ റൂമിലേക്ക് കയറാൻ വരുന്നപ്പോൾ മനഃപൂർവ്വം കുറെ CPMന്റെ കൗൺസിലർമാർ, നേരത്തെ മേയർ സൂചിപ്പിച്ച പോലെ തന്നെ ഗുണ്ടകളെ പോലെ അദ്ദേഹത്തെ മറിച്ചിടുകയായിരുന്നു ചെയ്തത്. അദ്ദേഹത്തെ മറിച്ചിട്ടപ്പോൾ ഞങ്ങൾ വനിതാ കൗൺസിലേഴ്സ് എല്ലാവരും ഉണ്ടായിരുന്നു. ഞങ്ങളൊക്കെ പുറത്തൂടെ തന്നെ, പുരുഷ കൗൺസിലർമാരും ഒക്കെ തന്നെ ഞങ്ങളുടെ പുറത്തൂടെ വീണ് ഞങ്ങൾക്ക് എണീക്കാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടായി. അപ്പോൾ അദ്ദേഹം അദ്ദേഹത്തിന്റെ റൂമിനകത്തോട്ട് കയറാൻ പോയപ്പോൾ കുറച്ച് പുരുഷ കൗൺസിലർമാർ ചേർന്നിട്ട് അദ്ദേഹത്തെ തടഞ്ഞു, അദ്ദേഹത്തെ ആക്രമിക്കുന്ന സാഹചര്യമാണ് ഉണ്ടായത്. അദ്ദേഹത്തെ ആക്രമിക്കാൻ പോയപ്പോഴാണ് ഞങ്ങൾ എല്ലാ വനിതാ കൗൺസിലേഴ്സും എല്ലാം തന്നെ അദ്ദേഹത്തെ തടയുമ്പോൾ ഞങ്ങളെയും തിരിച്ച് ആക്രമിക്കുന്ന സാഹചര്യമാണ് ഉണ്ടായത്. അപ്പോൾ തിരുവനന്തപുരം വനിതകളൊന്നും നോക്കാതെ തന്നെയല്ലേ? അല്ല, വനിതകളൊന്നും പോലും നോക്കിയില്ല. പുരുഷ കൗൺസിലർമാരാണ്. വനിതാ കൗൺസിലർമാരെ ആരും എണീക്കാൻ പോലും പറ്റാതെ പുരുഷ കൗൺസിലർമാർ പുറത്തൂടെ തന്നെ കിടക്കുകയായിരുന്നു. അപ്പൊ അവർക്ക് ആർക്കും എണീക്കാൻ പോലും പറ്റില്ല, ശ്വാസം പോലും കിട്ടാത്ത അവസ്ഥയായിരുന്നു. അപ്പൊ അത്തരത്തിൽ മനഃപൂർവ്വം ആക്രമണം സൃഷ്ടിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് ഇത് ചെയ്തിട്ടുള്ളത്. എത്ര പേർക്ക് പരിക്കേറ്റായിരുന്നു? ഞങ്ങളുടെ എല്ലാവരുടെയും പുറത്ത് ഞങ്ങൾക്ക് എണീക്കാൻ പോലും പറ്റാത്ത, ശ്വാസം പോലും കിട്ടാത്ത സാഹചര്യമാണ്. ഇപ്പൊ തന്നെ പറ്റുന്നില്ല, ഭയങ്കര ബുദ്ധിമുട്ടാണ് ശരീരമൊക്കെ. രാഖി, മേയർക്കും ഡെപ്യൂട്ടി മേയർക്കും അതോടൊപ്പം തന്നെ വനിതാ കൗൺസിലർമാർക്ക് എല്ലാവർക്കും പരിക്കേൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നവർ മേയറുടെ മുറിയിലേക്ക് ഓഫീസ് റൂമിലേക്ക് കയറാൻ തുടങ്ങുമ്പോഴാണ് ഇത്തരത്തിൽ അക്രമവുമായി ഈ CPMന്റെ കൗൺസിലർമാർ എത്തുന്നത്. തുടർന്ന് വലിയ സംഘർഷം സൃഷ്ടിക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായി. സംഘർഷഭരിതമായ സാഹചര്യത്തിൽ കടന്നുപോവുകയും ചെയ്തു. അങ്ങനെ തുടർന്ന് ഇത് തടയാൻ ശ്രമിച്ച, ഈ അക്രമം തടയാൻ ശ്രമിച്ച വനിതാ കൗൺസിലർമാരെ അടക്കം മർദ്ദിക്കുന്ന നിലയിലേക്ക് എത്തുകയും ചെയ്തു. വനിതകളൊന്നും നോക്കാതെ പോലും ഇത്തരത്തിൽ ക്രൂരമായി മർദ്ദിക്കുന്ന നിലയിലേക്ക് എത്തിയെന്നാണ് ഇപ്പോൾ ഡെപ്യൂട്ടി മേയറും അടക്കമുള്ളവർ പറയുന്നത്. അങ്ങനെ നഗരസഭയുടെ പ്രവർത്തനത്തെ, അതായത് മറ്റ് മേയറെ കാണാനും മറ്റ് ആവശ്യങ്ങൾക്കുമായി ഇവിടേക്ക് എത്തുന്ന ഉദ്യോഗസ്ഥർ ആവശ്യങ്ങൾക്കായി എത്തുന്ന പൊതുജനങ്ങളെ അടക്കം ഈ ഓഫീസിലേക്ക് കയറ്റാതെ അവരെ തടഞ്ഞു വയ്ക്കുകയും മർദ്ദിക്കുകയും ചെയ്യുന്ന നിലയിലേക്കൊക്കെ എത്തിയെന്നാണ് മേയർ തന്നെ നേരത്തെ നമ്മളോട് സൂചിപ്പിച്ചത്. ഇത്തരത്തിൽ നഗരസഭയെ മുഴുവനായി ഒന്നാകെ സംഘർഷമാക്കുന്ന ഒരു സാഹചര്യത്തിലേക്കൊക്കെ കടക്കുകയും ചെയ്തിരുന്നു. ഇത്തരത്തിൽ നമുക്ക് സ്വാഭാവികമായും മുൻകാലങ്ങളിലടക്കം ഇത്തരത്തിൽ നഗരസഭയിൽ പ്രതിപക്ഷ പാർട്ടികളുടെ സമരങ്ങൾ ഉണ്ടാകാറുണ്ട്, പ്രതിഷേധങ്ങൾ ഉണ്ടാകാറുണ്ട്, ഉപരോധങ്ങൾ ഉണ്ടാകാറുണ്ട്. അതെല്ലാം ജനാധിപത്യപരമായ രീതിയിലാണ് ഈ പ്രതിഷേധങ്ങളും ഉപരോധങ്ങളൊക്കെ നടന്നതെങ്കിൽ ഇത് നേരെ മറിച്ചു നിന്നുകൊണ്ട് തന്നെ ഒരു അക്രമത്തിന്റെ നിലയിലേക്ക് ചെന്നെത്തുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായി എന്നാണ് മേയർ അടക്കം പറയുന്നത്. അതോടൊപ്പം തന്നെ വനിതാ കൗൺസിലർമാരടക്കം പറയുന്നത് നിരവധി പേർ ഇത്തരത്തിൽ കൗൺസിലർമാരുണ്ടായിരുന്നു. ഇത്തരത്തിൽ തടയാൻ ശ്രമിച്ച കൗൺസിലർമാരെ അടക്കം അത് സ്ത്രീകളാണെന്ന് പോലും നോക്കാതെ മർദ്ദിച്ചു എന്നടക്കമുള്ള കാര്യങ്ങളാണ് ഇത്തരത്തിൽ മേയർ പറയുന്നത്. അതോടൊപ്പം തന്നെ ഡെപ്യൂട്ടി മേയറും പറയുന്നത് വലിയ സംഘർഷത്തിലൂടെയാണ് നഗരസഭ കടന്നുപോയത്. തിരുവനന്തപുരം നഗരസഭയിൽ ഇത്തരത്തിൽ നേരത്തെ കഴിഞ്ഞ കുറച്ച് മണിക്കൂറുകളായി CPMന്റെ ഉപരോധ സമരം നടക്കുകയാണ്. കൗൺസിലർമാരുടെ ഉപരോധ സമരം നടക്കുകയാണ്. ആ ഉപരോധ സമരമാണ് തുടർന്ന് ഇങ്ങോട്ട് അക്രമത്തിലേക്ക് കടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. മേയറുടെ ഓഫീസ് മുറിയിലേക്ക് എത്തുമ്പോൾ അവിടേക്ക് കടക്കാൻ സമ്മതിക്കാത്ത തരത്തിൽ ഇവർ തടഞ്ഞു വെക്കുകയും അതോടൊപ്പം തന്നെ മേയർ തന്നെ ആക്രമിക്കുന്ന നിലയിലേക്ക് എത്തുകയും ചെയ്തു. ശാരീരികമായ അടക്കം. രാജേഷ് ഇപ്പോൾ ഓഫീസിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയിരിക്കുകയാണല്ലേ? അതെ, നിലവിൽ ഓഫീസിൽ നിന്നും മേയർ പുറത്തേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. പുറത്തേക്ക് പോകുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത്തരത്തിൽ വലിയ സംഘർഷം, വലിയ അക്രമമാണ് നടന്നത്. തുടർന്നാണ് പോലീസ് എത്തി ഇവരെ അറസ്റ്റ് ചെയ്ത് മാറ്റുന്ന നിലയിലേക്ക്, പ്രതിഷേധക്കാരെ അറസ്റ്റ് ചെയ്ത് മാറ്റുന്ന നിലയിലേക്ക് എത്തുന്നത്. അതായത് ഒരു അക്രമ സമാനമായ സാഹചര്യം, സംഘർഷ സമാനമായ സാഹചര്യത്തിലൂടെയാണ് ഇത്തരത്തിൽ നഗരസഭ കടന്നുപോയത്. വലിയ രീതിയിൽ അക്രമം ഉണ്ടാക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. അതിൽ ആ രീതിയിലേക്ക് കടന്നുപോവുകയും ചെയ്തു. ഇത്തരത്തിൽ വലിയ പ്രതിഷേധം, സംഘർഷവുമൊക്കെ ഉണ്ടായി. മേയർക്കെതിരെ മർദ്ദിക്കുന്ന നിലയിൽ മേയറുടെ ഓഫീസിലേക്ക് കയറ്റാൻ ആയിരുന്നു സംഘർഷം നടത്തിയത്. ഇത്തരത്തിൽ മേയറെ ഉപദ്രവിക്കുന്ന നിലയിൽ മേയറെയും അതോടൊപ്പം തന്നെ വനിതാ കൗൺസിലർമാരെയെല്ലാം
ശാരീരികമായി കയ്യേറ്റം ചെയ്യുന്ന നിലയിലെല്ലാമാണ് ഈ സമരം കടന്നുപോയത്. നേരത്തെ മുൻകാലങ്ങളിലുമൊക്കെ സമരം ഉണ്ടാകാറുണ്ടെങ്കിൽ ഈ CPM-ന്റെ കൗൺസിലർമാരുടെ സമരം എന്ന് പറയുന്നത് അക്രമ സമരമായി മാറിയതാണ് ഏറ്റവും എടുത്തു പറയേണ്ടത്. ഇത്തരത്തിൽ കഴിഞ്ഞ കുറച്ച് നാളുകളായി മേയർ അതായത് രാജേഷ് തിരുവനന്തപുരം നഗരസഭയിലെ ഓഫീസ് മുറിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ അദ്ദേഹം വാഹനത്തിൽ കയറി എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഇന്ന് മേയറെ തടഞ്ഞുകൊണ്ടുള്ള ഒരു വൃത്തികെട്ട രാഷ്ട്രീയമാണ് CPM അവിടെ പയറ്റിയത്. എന്തായാലും കഴിഞ്ഞ ദിവസമാണ് ഹൈക്കോടതി കൃത്യമായ ഒരു നിരീക്ഷണം നടത്തിയത്. അതായത് BJP കൗൺസിലർമാർ വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്യണം, അല്ലാതെ അവരെ അയോഗ്യരാക്കുക എന്നുള്ളത് നടക്കുകയില്ല. കാരണം ജനാധിപത്യ മര്യാദകൾ അത് കൃത്യമായി പാലിച്ചേ മതിയാകൂ എന്നുള്ള നിരീക്ഷണമാണ് ഹൈക്കോടതി നടത്തിയത്. അതിന് പിന്നാലെ മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ഹൈക്കോടതി 4 ആഴ്ചത്തെ സമയം നൽകി. പക്ഷേ മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ BJP കൗൺസിലർമാർ സത്യപ്രതിജ്ഞ ചെയ്തു.